അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം ബാലരാമപുരത്ത് നടന്നത്. അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടന്ന പിഞ്ചു കുഞ്ഞ്, അവൾ വെറും 2.5 വയസ്സ് മാത്രമേ ഉള്ളൂ. അവളുടെ പേര് ദേവേന്ദു എന്നാണ്. ഈ കുഞ്ഞിനെ പിന്നീട് കാണുന്നത് എവിടാണ്? കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഈ സംഭവം ഒന്നാകെ നാടിനെ നടുക്കുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് വലിയൊരു ചോദ്യം ഇപ്പോൾ. എന്തായാലും ഈ കുഞ്ഞ് നടന്ന് കിണറരികിലേക്ക് എത്താനുള്ള സാധ്യത വിരളം തന്നെയാണ്. മാത്രമല്ല, ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ കിണറുണ്ടല്ലോ, നല്ല ഉയരത്തിൽ കെട്ടിപ്പൊക്കിയതാണ്. അപ്പൊ അതിന്റെ അർത്ഥം അതിനെ ആരോ കിണറ്റിലിട്ടത് തന്നെയാണെന്നാണ് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ അമ്മയ്ക്കൊപ്പം കിടന്ന കുഞ്ഞിനെ പുലർച്ചെ അമ്മ എണ്ണീറ്റ് പോയപ്പോഴേക്കും അച്ഛന്റെ അരികിലോട്ട് മാറ്റിക്കിടത്തി. കുഞ്ഞിന്റെ സേഫ്റ്റിക്ക് വേണ്ടി അച്ഛൻ്റെ അരികിലോട്ട് മാറ്റിക്കിടത്തിയതാണ്. അപ്പം മൂത്ത കുട്ടിയുണ്ട്, അതിനെ അമ്മ കൊണ്ടുപോയി ശുചിമുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇളയ കുഞ്ഞിനെ കാണാനില്ല അവിടെ. അപ്പോൾ കുഞ്ഞിന്റെ അവരെല്ലാവരും കിടന്ന് ഭയങ്കര ബഹളം വെച്ചു. കുഞ്ഞിനെ കാണാനില്ലെന്ന് എല്ലാവർക്കും ഭയങ്കര വിഷമമാണല്ലോ. അപ്പം ശരിക്കും കുഞ്ഞിന്റെ അപ്പൂപ്പന്റെ ഒരു അടിയന്തര ചടങ്ങ് അവരുടെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ രാത്രിയിൽ ഈ വീട്ടിലുണ്ടായിരുന്നവർ ആരോ കുഞ്ഞിനെ അപകടപ്പെടുത്തിയിരിക്കാം. അത് തന്നെയാണ് സൂചന എന്നാണ് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ കുഞ്ഞ് രാത്രിയിൽ എന്തായാലും അമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങുന്ന ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് എന്തൊക്കെയായാലും കിണറ്റിനടുത്തേക്ക് നടന്നൊന്നും പോകാനൊന്നും ഒരു സാധ്യതയില്ല. അപ്പോൾ അത് ഈ ബഹളമെല്ലാം അറിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ ശേഷം ഫയർഫോഴ്സും പോലീസും കണ്ടെത്തിയ തെരച്ചിലാണ് കുഞ്ഞിനെ കിണറ്റിൽ കണ്ടെത്തിയത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ വീടിനകത്തുള്ള ആരോ തന്നെയാണ് ആ കുഞ്ഞിനെ അപകടപ്പെടുത്തിയതും അതിനെ കൊണ്ടുപോയി കിണറ്റിലിട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്വേഷണം നടക്കട്ടെ, അപ്പം നമുക്കറിയാം.